പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 187 വചനം, നോമ്പുമായി ബന്ധപ്പെട്ട വചനം, അതിൽ അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും എന്ന ഭാഗമാണ് അതിൻ്റെ അവതരണ പശ്ചാത്തലവും മൊത്തത്തിലുള്ള ആശയവുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വച്ചത്. ഇനി നമുക്കതിലെ പ്രയോഗങ്ങളും വചനം ഉൾക്കൊള്ളുന്ന പൊരുളും തേട്ടവും ഒക്കെ മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു, നോമ്പിൻ്റെ രാവുകളിൽ അള്ളാഹു ഭാര്യമാരെ വിളിച്ച് ശയ്യയിൽ ശയിക്കാൻ അനുവാദം നൽകപ്പെട്ടതിൻ്റെ കാരണം ഒന്ന്, ഹുന്ന ലിബാസുല്ലകും വ അൻതും ലിബാസുല്ലഹുൻ. രണ്ടാമത്തേത് അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും എന്നതാണ്. ഈ ഒരു പ്രയോഗത്തിൽ അലിമല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു, അന്നക്കും തീർച്ചയായും നിങ്ങൾ, കുൻതും തഖ്താനൂന അൻഫുസകും, കുൻതും നിങ്ങളായിരുന്നു, തഖ്താനൂൻ നിങ്ങൾ വഞ്ചിക്കുന്നു, ചതി നടത്തുന്നു, അൻഫുസകും നിങ്ങളുടെ നഫ്സുകളെ, സ്വന്തങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾ ദമ്പതികൾ ചിലർ ചിലരെ. അള്ളാഹുവിൻ്റെ ഇൽമ്, അറിവ്, അത് വിപുലമാണ്, വിശാലമാണ്. അള്ളാഹു ത്രികാലജ്ഞനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനെക്കുറിച്ചും അറിവ്, ജ്ഞാനം വിപുലമായവനും വിശാലമായവനുമാണ്. വസിയ കുല്ല ഷൈഇൻ ഇൽമ, അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അള്ളാഹു ഉള്ളതറിയും, ഉണ്ടായി മാഞ്ഞതും, ഉണ്ടാവാൻ ഉള്ളതും, ഉണ്ടായിട്ടില്ലാത്ത ഒന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അതും അസംഭവ്യമായതും ഒക്കെ അറിയുന്ന അള്ളാഹു ആകുന്നു. ഉണ്ടായിക്കഴിഞ്ഞ ഒന്ന് അത് സ്വകാര്യതയിൽ, നിഗൂഢതയിൽ, വിജനതയിൽ, രാവിൽ ഇരുളിൻ്റെ മറവിൽ, നിശയുടെ നിഗൂഢതയിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് എത്ര വിപുലം, എത്ര വിശാലം, എത്ര സൂക്ഷ്മം. അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂൻ. ഇവിടെ തഖ്താനൂൻ എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പ്രയോഗമാണ്. ഖിയാനയിൽ നിന്നാണ് ഇതൊക്കെ വിൽപ്പനാകുന്നത്. തഖ്താനൂൻ എന്നത് അൽ ഇഖ്തിയാൻ എന്നുള്ളതാണ് അതിൻ്റെ ക്രിയാധാതു, ഇഖ്തിയാൻ. അതും ഖിയാനയിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖൂനൂന അൻഫുസകും എന്നല്ല പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ വഞ്ചിക്കുന്നു എന്നല്ല പറഞ്ഞത്. പിന്നെയോ തഖ്താനൂൻ എന്നാണ് പറഞ്ഞത്. ഖാന, അതിൽ നിന്നാണ് ഖിയാനത്ത്. ഇവിടെ ഇഖ്താന, അതാണ് അതിൻ്റെ ഭൂതകാല വർത്തമാന കാലക്രിയ. ഇഖ്താന, ഖാനയും ഇഖ്താനയും അതിൻ്റെ നിർമ്മാണത്തിൽ വ്യത്യാസമുണ്ട്. ഇഖ്താനയിൽ ഹംസയും താവും കൂടുതലുണ്ട്. ഖാന അർത്ഥമാക്കുന്നത് ചതിയാണ്. ഖാന റജുലു റജുല എന്ന് പറയും. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വഞ്ചിച്ചു, ചതിച്ചു. ഖാന റജുലുൽ ആഹിദ എന്ന് പറയും. ഒരാൾ കരാർ ലംഘിച്ചു എന്ന അർത്ഥത്തിൽ. ഖാനനി അദ്ദഹർ എന്ന് പറയും. കാലം എന്നെ ചതിച്ചു എന്ന് പറഞ്ഞെങ്കിൽ വല്ല കെടുതിയും അഭിവൃദ്ധിക്കപ്പുറം ബാധിച്ചാൽ, നന്മക്കപ്പുറം തിന്മ വന്നാൽ ഖാനദ്ദഹർ എന്ന് പറയും. ഖാന സൈഫ് എന്ന് പറയും. ഇതാനബ, ഒരാളെ വെട്ടി വാളുകൊണ്ട് വെട്ട് മുറിവേൽപ്പിച്ചില്ല, അല്ലെങ്കിൽ മുറിച്ചില്ല എങ്കിൽ ഖാന സൈഫ് എന്ന് പറയും. ലികുല്ലി സദീഖിൻ ജഫ്വത്തുൻ വലികുല്ലി ആലിമിൻ ഹഫ്വത്തുൻ വലികുല്ലി സൈഫിൻ നബുവത്തുൻ എന്ന് പറയും. ഏതൊരു കൂട്ടുകാരനും ഒരകൽച്ചയുണ്ട്, ഏതൊരു പണ്ഡിതനും
വീഴ്ച പറ്റും. വലിക്കുല്ലി സൈഫിൻ നബുവത്തുൻ, എല്ലാ വാളിനും ഒരു നബുവത്തുണ്ട്. നബുവത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടിയാൽ മുറിക്കാതിരിക്കുക അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കാതിരിക്കുക എന്നുള്ളത്. അതിന് ഖിയാനത്ത് എന്നാ പറയാ, വഞ്ചിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞത് ഖാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചു എന്നർത്ഥം. പക്ഷെ ഇവിടെ ഇഖ്താന സിയാദത്തുൽ മബ്ന സിയാദത്തുൽ മാന, നിർമ്മാണത്തിലുള്ള കൂടുതൽ, ആശയത്തിലുള്ള കൂടുതലിനെയാണ് അറിയിക്കുന്നത്, വൈപുല്യത്തെയാണ് അറിയിക്കുന്നത്. അപ്പോൾ ഇവിടെ തഖ്താനൂൻ, ഇഖ്താന ഇഖ്താനു തഖ്താനു തഖ്താനൂൻ, എന്താ ഇവിടെ ആശയത്തിലുള്ള ആ അധികം? ആശയത്തിലുള്ള അധികം നോമ്പിൻ്റെ രാവിൽ ഇശ പിന്നിട്ടാൽ അല്ലെങ്കിൽ ഉറങ്ങിയതിന് ശേഷം അന്നപാനീയങ്ങൾ പാടില്ല, വിശിഷ്യ ഭാര്യമാരെ പ്രാപിക്കാൻ പാടില്ല എന്നതായിരുന്നു ആളുകളുടെ വിശ്വാസം, സഹാബികളുടെ ബോധം. അള്ളാഹു ആ വിഷയത്തിൽ വിധികൾ അവതരിപ്പിച്ചിട്ടില്ല, നോമ്പ് നിയമമാക്കിയിട്ടേ ഉള്ളൂ, നിർബന്ധമാക്കിയിട്ടേ ഉള്ളൂ. പക്ഷെ അവരുടെ ശീലം, വേദക്കാരിലും മറ്റും ഒക്കെ അവരുടെ അറിവ് ഇപ്രകാരമാണ്: നോമ്പ് തുറന്നുറങ്ങിയാൽ പിന്നെ ഭക്ഷണപാനീയങ്ങളും അതേപോലെ തന്നെ ഭാര്യമാരും പിറ്റേന്ന് നോമ്പ് തുറന്നതിന് ശേഷമേ പാടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വികാരം അവരുടെ മനസ്സിലുണ്ട്, ഇത് പാടില്ല എന്നുള്ള ഒരു ബോധം അവർക്കുണ്ട്. പക്ഷേ അതുള്ളതോടൊപ്പം അവർ ഭക്ഷിക്കാൻ, പാലം ചെയ്യാൻ, വിശിഷ്യ കൂടെ കിടക്കുന്ന ഭാര്യമാരെ പ്രാപിക്കാൻ അവരുടെ ഉദ്ദേശം ഇത് പാടില്ലാത്തതാണ്. പക്ഷേ അവർ വികാരഭരിതരാകുകയാണ്, അവർക്ക് ആവശ്യം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ വിചാരിക്കുന്ന ഒന്ന്, വിശ്വസിക്കുന്ന ഒന്ന് ആചരിക്കാൻ, അനുഷ്ഠിക്കാൻ, മുറുകെ പിടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതൊരു തരം ആത്മവഞ്ചന ആണല്ലോ. ആ ഒരു വിഷയമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല അറിയിക്കുന്നത്. അതുകൊണ്ടാണ് കുൻതും തഖ്താനൂന അൻഫുസകും എന്ന് പ്രയോഗിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ഇത് പാടില്ല എന്ന നിലക്ക് നോമ്പ് നിർബന്ധമാക്കിയതിന് ശേഷം ഒരു വിധി അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളെ പറ്റിക്കുന്നു, ചതിക്കുന്നു എന്ന്, ആത്മവഞ്ചനയാണ് എന്ന്. ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അള്ളാഹുവെ ചതിക്കരുത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചതിക്കരുത് എന്ന് പറഞ്ഞില്ലേ? ആ പ്രയോഗമല്ല ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ചതിപ്രയോഗം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചതിപ്രയോഗം അത് അവരിൽ നിന്ന് വന്നിട്ടില്ല. പിന്നെയോ അവർ ആത്മവഞ്ചന, അതാണ് അവരിൽ നിന്ന് വന്നത്. അതെന്താണ് ആത്മവഞ്ചന? അതാണ് ഞാനിവിടെ ഉണർത്തിയത്. അവർ ധരിച്ച ഒരു വിഷയം, പാടില്ലെന്ന് അവർ കരുതിയ ഒരു വിഷയം, അത് ചെയ്യാനുള്ള അവരുടെ ഉദ്ദേശം, തത്രപ്പാട്, അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ഉണർത്തുന്നത്. സയ്യിദ് റഷീദ് റിദ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ മനാറിൽ ഈ ഒരു വിഷയം പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. തഖ്താനൂൻ എന്നതിന് അദ്ദേഹം മറ്റൊരർത്ഥവും പറഞ്ഞിട്ടുണ്ട്. തഖ്താനൂൻ എന്നുള്ളത് തഖവ്വുനിൽ നിന്നാകാം എന്നാണ്. തഖവ്വുൻ നമ്മൾ ആദ്യം പറഞ്ഞു, അത് ഖിയാനയിൽ നിന്ന്, വഞ്ചന, ചതി എന്ന അർത്ഥമുള്ള ഖിയാനയിൽ നിന്ന് വിൽപ്പന്നമാണ് എന്ന് പറഞ്ഞിട്ട് അത് പ്രകാരമുള്ള അർത്ഥമാണ് നമ്മൾ ഇവിടെ വിശദീകരിച്ചത്. എന്നാൽ തഖവ്വുനിൽ നിന്നാകുമ്പോൾ തഖവ്വുൻ എന്ന് പറഞ്ഞെങ്കിൽ അന്നഖ്സ് എന്നാണ് അർത്ഥം, കുറവ് വരുത്തുക, കമ്മി വരുത്തുക എന്നുള്ളത്. അപ്പോൾ അർത്ഥപ്രകാരം അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂൻ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകൾക്ക് കുറവ് വരുത്തുകയായിരുന്നു എന്നത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ നഫ്സുകൾക്ക് എന്താണ് നിങ്ങൾ കുറവ് വരുത്തിയത്? നഫ്സിനുള്ള ഹക്ക്, അവകാശം നിങ്ങൾ എന്താണ് ഹനിച്ചത്? തഖവ്വുൻ എന്ന് പറഞ്ഞാൽ കുറവ് വരുത്തൽ അല്ലെങ്കിൽ ഹനിക്കൽ. എന്താണ് ഇവിടെ നഫ്സിന് ഹനിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ രാവുകളിൽ തിന്നരുത്, കുടിക്കരുത്, അല്ലെങ്കിൽ ഭാര്യമാരോട് അടുക്കരുത് എന്ന് വിധിച്ചിട്ടില്ല.
അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് അനുവദനീയമാണ് നോമ്പിൻ്റെ രാവുകളിൽ എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ നോമ്പിൻ്റെ രാവിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നഫ്സിന് അള്ളാഹു അനുവദിച്ച സമ്മതിച്ച ആസ്വാദനത്തെ, അനുഗ്രഹത്തെ നിങ്ങൾ അതിന് ഹനിച്ചു, നിങ്ങൾ കുറവ് വരുത്തി എന്നത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ ഈ തഖ്താനൂൻ എന്നുള്ളത് തഖവ്വുൻ എന്നതിൽ നിന്ന് വിൽപ്പന്നമാകുമ്പോൾ അതിൻ്റെ ആശയമായിട്ട് പറയുന്നത് ചില തഫ്സീറുകളൊക്കെ, അൽമനാർ മാത്രമല്ല മറ്റു ചില തഫ്സീറുകളിലും ഈ ഒരു അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണിത്. ക്രിയാധാതു അതിനനുസരിച്ച് ക്രിയയുടെ ആശയത്തിലുള്ള വ്യത്യസ്തത, വൈപുല്യം. ഇവിടെ അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും എന്ന് പറഞ്ഞു. ഈ അൻഫുസകും എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആത്മവഞ്ചന, സ്വന്തം നഫ്സുകളോടുള്ള വഞ്ചന ആണോ? അതല്ല, നമ്മൾ സൂറത്തുൽ ബഖറയിൽ തന്നെ പഠിച്ചുപോയി 85-ാം വചനം, തഖ്തുലൂന അൻഫുസകും, അന്യോന്യം വധിക്കുന്ന വിഷയത്തിൽ ഒരാൾ സ്വന്തം കൂട്ടുകാരനെ അല്ലെങ്കിൽ കുടുംബക്കാരനെ, ആദർശ ബന്ധുവിനെ ചതിക്കുകയായാൽ അത് സ്വന്തത്തെ ചതിക്കലാണ്. വധിക്കുകയായാൽ സ്വന്തത്തെ വധിക്കുക എന്നതുപോലെയാണ്. അപ്പോൾ ഇവിടെ തഖ്താനൂൻ അൻഫുസകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലരെ ചതിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം ഭാര്യനെ പ്രാപിക്കണമെങ്കിൽ ഭാര്യനോട് ഈ വിഷയത്തിൽ കൂടിയാലോചന നടത്തണം. അതേപോലെ ഉറങ്ങി ചെയ്തതിന് ശേഷം ഭക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയണം, ഭർത്താവ് ഭാര്യയോട് പറയണം. അപ്പം അന്യോന്യമുള്ളതായ ഈ ചതിയാണ് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല, ആത്മവഞ്ചന അതാണ് ഉദ്ദേശമെന്നും ഈ അൻഫുസകും എന്നതിൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ രണ്ടർത്ഥത്തിൽ അൻഫുസകും എന്നത് പ്രയോഗിക്കുമ്പോൾ ആത്മവഞ്ചന അതാണ് അവിടെ ഏറ്റവും ശ്രദ്ധേയമായത്. കാരണം ഈ തഖ്താനൂൻ അൻഫുസകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം ചെയ്യാനുള്ള ഉദ്ദേശവും വെമ്പലുമാണ്, തീരുമാനമാണ്. അപ്പോൾ അത് സ്വന്തത്തെ ചതിക്കലാണ്. അപ്പോൾ അതിന് മനസ്സിലാക്കാം, മറ്റുള്ളവരെ ചതിക്കുന്നത് പോലെ സ്വന്തത്തെ ചതിക്കുക എന്നുള്ളതും സംഭവിക്കും. മനുഷ്യൻ സ്വന്തത്തെ ചതിക്കുക എന്നത് സംഭവിക്കും. മറ്റുള്ളവരെ ചതിക്കൽ പല നിലക്കാണ്, അതിന് പല മുഖങ്ങളാണ്. പക്ഷെ ആത്മവഞ്ചന, സ്വന്തത്തെ ചതിക്കൽ, അത് സ്വന്തത്തെ തെറ്റിന് വിധേയമാക്കുമ്പോഴാണ്. തെറ്റെന്ന് ധരിക്കുന്ന ബോധ്യപ്പെട്ട ഒരു വിഷയം അത് ചെയ്യുമ്പോൾ അതാണ് ഖിയാനത്ത്, സ്വന്തത്തോടുള്ളത് ചതി. ഈ ഖിയാനത്ത് അതിൻ്റെ വിപരീത പദമാണ് അമാനത്ത്. സ്വന്തത്തോട് ഖിയാനത്ത് പാടില്ല. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ്, മനുഷ്യ ശരീരം അത് അമാനത്താണ്, നമ്മൾ ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ് നമ്മളുടെ നഫ്സ്. ആ അമാനത്ത് നമ്മൾ നിർവഹിക്കണം യഥാവിധം. അതിനോട് ഖിയാനത്ത് പാടില്ല എന്നതും ഈ കുൻതും തഖ്താനൂന അൻഫുസകും എന്ന പ്രയോഗത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു വിഷയമാണ്. അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും എന്ന് ഉണർത്തിയ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത് ഫതാബ അലൈക്കും വഅഫാ അൻകും എന്നാണ്. ഈ ഒരു വിഷയത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള തൗബ ഇറങ്ങി അള്ളാഹുവിൻ്റെ അഫുവും ലഭ്യമായി എന്നുള്ളതാണ്. ഫതാബ അലൈക്കും വഅഫാ അൻകും. ഇവിടെ ഫഉൽ ഫസീഹയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്നൊരു വീഴ്ച വന്നു, അതിനപ്പുറം ഫതുബ്തും, നിങ്ങൾ തൗബ ചെയ്തു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്. അവിടെ അറിയിക്കുന്നത് ഫതുബ്തും ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു. ഫതാബ അലൈക്കും, നിങ്ങളുടെ തൗബയെ അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി. അപ്പോൾ അതാണ് ഫഉൽ ഫസീഹ. താബ അലൈക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള തൗബയാണ് വിഷയം. ഈ പ്രയോഗം നമുക്ക് മുമ്പ് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് താബ ഇലയുണ്ട്, താബ അലയുണ്ട്. താബ എന്ന ക്രിയ, അതിനെ തുടർന്ന് അല വരും.
ഇലയും വരും. ഇവിടെ നമ്മൾ പറഞ്ഞു ഫൗൽ ഫസീഹയാണ്. ഫതൂബുതും ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങി ഖേദിച്ചുകൊണ്ട്. ഫതാബ അലൈക്കും, അപ്പൊ അള്ളാഹു നിങ്ങളിലേക്ക് തൗബ കബൂലാക്കി മടങ്ങി എന്നുള്ളതാണ്. താബ, ആബ, നാബ ഇതൊക്കെ മടക്കത്തെയാണ് അറിയിക്കുന്നത്. അപ്പൊ പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ ആ പശ്ചാത്താപം സ്വീകരിച്ച് അള്ളാഹു നമ്മിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ തൗബ താബ അല എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചു പോയതാണ്. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അതേപോലെ സൂറത്തുൽ ബഖറയിൽ തന്നെ നമ്മൾ പഠിച്ചു പോയി. وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. അവിടെ തൂബു ഇലാ ബാരിയിക്കും അതിനുശേഷം ഫതാബ അലൈക്കും. നമ്മൾ അവിടെയൊക്കെ ഇത് മനസ്സിലാക്കി പോയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള തൗബ, അള്ളാഹുവിനോടുള്ള തൗബ. അപ്പം അവിടെ താബ അലൈക്കും എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു വഫഖഹു ലിത്തൗബ, തൗബക്കുള്ള എളുപ്പം, ഉദവി കനിയും. അതേപോലെ തന്നെ റജ അലൈഹി ബിഫദ്ലിഹി വ ഖബൂലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും അള്ളാഹു തൗബ കബൂലാക്കിക്കൊണ്ടും അള്ളാഹു ദാസനിലേക്ക് മടങ്ങും എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു ഔദാര്യം കനിയും, അള്ളാഹു തൗബ കബൂലാക്കും. വേറൊരു അർത്ഥം അള്ളാഹുവിൻ്റെ തൗബയുടെ വിഷയത്തിൽ റജഅ ബിഹി മിന തശ്ദീദി ഇല തഖ്ഫീഫ് എന്നാണ്. തശ്ദീദിൽ നിന്ന് തഖ്ഫീഫിലേക്ക് മടങ്ങും എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ സൂറത്തുൽ മുസ്സമ്മിൽ ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫത്തും മിനല്ലദീന മഅക എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തിൽ ഫതാബ അലൈക്കും ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ, ഫതാബ അലൈക്കും ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ എന്ന് പറഞ്ഞേ. രാത്രിയുടെ കുറേ ഭാഗം നിസ്കരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ നിസ്കാരം ദീർഘനേരം ഖുർആൻ ഓതിയിട്ടുള്ള നിസ്കാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു തശ്ദീദിൽ നിന്ന്, കടുത്ത വിധിയിൽ നിന്ന് തഖ്ഫീഫ്, ലഘൂകരണത്തിലേക്ക് മടങ്ങി എന്നുള്ളതാണ്. ഫതാബ അലൈക്കും ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ, തരപ്പെട്ട വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിക്കാൻ പറയാണ്. അതേപോലെ ഇവിടെ ഫതാബ അലൈക്കും എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ രാവുകളിൽ ഭക്ഷിക്കുന്നതിൽ, പാനം ചെയ്യുന്നതിൽ, ഭാര്യമാരൊത്ത് കിടപ്പറ പങ്കിടുന്നതിൽ അള്ളാഹു ഇളവ് കനിഞ്ഞു എന്ന അർത്ഥത്തിൽ. അപ്പം അതാണ് ഇവിടെ ഫതാബ അലൈക്കും എന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം. താബ അല പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥ വൈപുല്യാണ് നമ്മൾ പറഞ്ഞത്. നമ്മളെപ്പോഴും പറയാറുള്ള ദുആ റബ്ബി ഗഫിർലി വതൂബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. ചില നിവേദനങ്ങളിൽ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ തുബ് അലയ്യ, അള്ളാഹുവെ നീ എന്നിലേക്ക് തൗബയിലൂടെ മടങ്ങണേ എന്ന് പറഞ്ഞെങ്കിൽ അതാണ് തൗബക്ക് ഉദവി കനിയുക, തൗബ കബൂലാക്കി മടങ്ങുക എന്നുള്ള അർത്ഥത്തിൽ. റബ്ബി ഗഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ എന്ന് 100 തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നത് സഹാബി കേട്ടത് ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ഒരു നിസ്കാരത്തിൽ റസൂൽ സല്ലല്ലാഹു തങ്ങൾ നിസ്കരിക്കുകയാണ്. സമയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സലാത്തിൻ, നിസ്കാരത്തിൽ റസൂലുള്ളാഹിന്റെ ദുആയാണ് റബ്ബി ഗഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നു വഅഫ അൻകും. ഇവിടെ വാവ് ആതിഫിൻ്റെതാണ്. താബ അലൈക്കും വഅഫ അൻകും, നിങ്ങളെ തൊട്ടവൻ അഫു ചെയ്തിരിക്കുന്നു എന്നാണ്. അഫ എന്ന് പറഞ്ഞാൽ അഫു മായിക്കുന്നതിനാണ് അത് അറിയിക്കുന്നത്. അഫത്തി റിയാഹു അൽ ആസാർ എന്ന് പറയും. കാറ്റുകൾ അടയാളങ്ങളെ മായ്ച്ചു എന്ന അർത്ഥത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫതാബ അലൈക്കും വഅഫ അൻകും, വഅഫ എന്നുള്ളടത്ത് വാവ് അത്ഫിൻ്റെതാണ്, എന്ന അർത്ഥത്തിൽ. അഫ അൻകും, നിങ്ങളെ തൊട്ട് അഫുവും ചെയ്തു എന്നാണ്. താബ എന്നുള്ളിടത്ത് അള്ളാഹു തൗബ കബൂലാക്കി
തൗബക്ക് ഉദവിയേകി, ലഘൂകരിച്ചു. അലിമല്ലാഹു എന്ന് പറഞ്ഞേ, അവിടേക്കാണ് അതിൻ്റെ ദബീറിൻ്റെ മടക്കം. ഇവിടെയും വഅഫ, അള്ളാഹു സുബ്ഹാനഹു വതആല അഫൂ ചെയ്തു. ശിക്ഷാർഹനായ ഒരു വ്യക്തിയെ ശിക്ഷയിൽ നിന്ന് വിമുക്തനാക്കുക, കുറ്റത്തിൽ നിന്ന് വിമുക്തനാക്കുക, അതാണ് അഫു. ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ് കം നഅഫു അനിൽ ഖാദിം, ഒരു ഭൃത്യൻ, ജോലിക്കാരൻ, സേവകൻ, അയാൾക്ക് എത്ര മാപ്പ് നൽകണം, അഫു നൽകണം എന്നാണ്. ഭൃത്യനിൽ നിന്ന് വല്ല വീഴ്ചയും വന്നാൽ അയാളെ എത്ര തവണ കുറ്റവിമുക്തനാക്കണം എന്നാണ്. കം നഅഫു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം ഭജിച്ചു, പ്രതികരിച്ചില്ല. വീണ്ടും ആഗതൻ യാ റസൂലല്ലാഹ് കം നഅഫു അനിൽ ഖാദിം എന്ന് ചോദിച്ചു. അപ്പോഴും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം ഭജിച്ചു. മൂന്നാമത് ഈ ആഗതൻ ചോദ്യം ആവർത്തിച്ചപ്പോൾ, കം നഅഫു അനിൽ ഖാദിം എന്ന് ചോദിച്ചപ്പോൾ, ഉഅഫു അൻഹു ഫീ കുല്ലി യൗമിൻ 70 മറ, എല്ലാ ഓരോ ദിനവും 70 തവണ അഫു ചെയ്യാൻ പറഞ്ഞു. ഖാദിമിൽ നിന്ന് വല്ല വീഴ്ചയും വന്നിട്ടുണ്ടെങ്കിൽ അയാളെ കുറ്റവിമുക്തനാക്കാനും ശിക്ഷ ഒഴിവാക്കാനും. അപ്പോൾ അഫു നമ്മൾ മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട്. ഈ അഫു എന്നുള്ളത് മായിക്കുന്നതിനെ അടിസ്ഥാനപരമായി അറിയിക്കുന്ന പദമാണ്. അഫത്തി റിയാഹു അൽ ആസാർ എന്ന് പറയും. കാറ്റ് അവശിഷ്ടങ്ങളെ മായിച്ചു കളഞ്ഞു, പോക്കി കളഞ്ഞു എന്ന അർത്ഥത്തിൽ അഫ. അപ്പോൾ ഈ അഫു എന്നുള്ളത് മഹവ്, മായിക്കുക, അതേപോലെ തന്നെ ഗുഫ്രാൻ, മാപ്പാക്കുക, ഇതിനൊക്കെയാണ് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റുകളെ മായിക്കുന്നവനാണ്, മാപ്പരുളുന്നവനുമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ കുറിച്ച് വയഅഫു അനിസ് സയ്യിആത്ത് വയഅഫു അൻ കസീർ സുമ്മ അഫൗന അൻകും ഫഅഫൗന അൻ ദാലിക് അഫല്ലാഹു അൻക്. അള്ളാഹു സുബ്ഹാനഹു വ തആല പലയിടത്ത് പ്രയോഗിച്ച അള്ളാഹിൻ്റെ ഒരു പ്രത്യേകതയാണ്, പ്രവൃത്തിയാണ്, വിശേഷണമാണ് ഈ അഫു. നമ്മൾ നോമിൻ്റെ ആയത്തുകൾ ഇതിനു മുമ്പ് പറഞ്ഞപ്പോൾ, ദുആഇൻ്റെ വിഷയം പറഞ്ഞപ്പോൾ, ഖദറിൻ്റെ രാവാണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്ത് ദുആ ചെയ്യണം എന്ന ഉമ്മുൽ മുഅ്മിനീൻ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇന്നക അഫുവുൻ, നീ തെറ്റുകൾ മായിക്കുന്നവൻ, മാപ്പാക്കുന്നവൻ. തുഹിബ്ബുൽ അഫ്വ, നീ അത് ഇഷ്ടപ്പെടുന്നു, അഫുവിനെ. ഫഅഫു അന്നി, എൻ്റെ തെറ്റുകൾ മായിക്കണമേ, എന്നെ തൊട്ട് മാപ്പാക്കണമേ എന്ന ദുആ. അപ്പോൾ വഅഫ അൻകു തന്നെ നിങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആ ഇരുളിൻ്റെ മറവിലെ, രാവിൻ്റെ വിജനതയിലെ ആ വീഴ്ചകൾ, ആത്മവഞ്ചന, അത് അല്ലാഹു മായിച്ചിരിക്കുന്നു, മാപ്പാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഫുവിനെ ഇഷ്ടപ്പെടുന്ന, അഫു എന്ന നാമമുള്ള, വിശേഷണമുള്ള അള്ളാഹുവാണ്. ഇമാം അഹ്മദ് മുസ്നദിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നൊരു സംഭവമുണ്ട്. ആദ്യമായി ഇസ്ലാമിൽ ഛേദിക്കുക, അവയവങ്ങൾ ഛേദിക്കുക എന്ന ശിക്ഷാവിധി നടപ്പിലാക്കിയ ഒരു സംഭവമാണ് ഇബ്നു മസ്ഊദ് പറയുന്നത് റളിയല്ലാഹു തആല അൻഹു. അതാണ് ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്നത്. മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊത്തുക, കൊലയാളി തല കൊത്തപ്പെടുക, ഈ ഇത്തരം ശിക്ഷാവിധി അത് നടപ്പിലാക്കിയ കേസാണ് പറയുന്നത്. ഒരു വ്യക്തി കൊണ്ടുവരപ്പെട്ടു തിരുസവിധത്തിലേക്ക്. യാ റസൂലല്ലാഹ് ഇന്ന ഹാദാ സറഖ, ഈ മനുഷ്യൻ മോഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അയാൾ കൊണ്ടുവരപ്പെടുന്നത്. അപ്പോൾ മോഷ്ടിച്ച വ്യക്തിയെ കൊണ്ടുവന്നപ്പോൾ ഹദീസിന്റെ പ്രയോഗം കഅന്നമ ഉസിഫ വജ്ഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമാദ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് ചാരം വിതറപ്പെട്ടതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷണ്ണനായി, ദുഃഖിതനായി കാണപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആളുകളിൽ ചിലർ പറഞ്ഞു, തിരുദൂതരെ മാലക്ക്, അങ്ങേക്ക് എന്തു പറ്റി? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമാ യംനഉനി വഅൻതും അവാനു ശൈത്താനി അലാ സാഹിബിക്കും, ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും, വിഷണ്ണനാകാതിരിക്കും? നിങ്ങളുടെ ഈ കൂട്ടുകാരൻ്റെ വിഷയത്തിൽ നിങ്ങൾ ശൈത്താൻ്റെ സഹായികളായി എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വമാ യംനഉനി വഅൻതും അവാനു ശൈത്താൻ അലാ സാഹിബിക്കും. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞു, വല്ലാഹു അസ്സ വജല്ല അഫൂൻ
യുഹിബ്ബുൽ അഫ്വ, അള്ളാഹു സുബ്ഹാനഹു തആല അഫ്വാണ്, തെറ്റ് മായിച്ച് മാപ്പരുളുന്നവൻ, തെറ്റ് മായിച്ച് മാപ്പരുളുന്നത് ഇഷ്ടപ്പെടുന്നവൻ. വലാ യൻബഗി ലിവാലി അംരിൻ അൻ യുഅത ബിഹദ്ദിൻ ഇല്ലാ അഖാമഹു. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ ശിക്ഷ നടപ്പിലാക്കാൻ ഹാജരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കലല്ലാതെ നിർവാഹമല്ല. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിടത്തോളം ഇത്തരം കുറ്റങ്ങൾ ചെയ്തൊരു വ്യക്തിക്ക് മാപ്പരുളി വിടുകയാണ് വേണ്ടത് ശിക്ഷാ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് മുമ്പ്. ശിക്ഷാ കോടതിയിലേക്ക് ഹാജരാക്കി കുറ്റം സമ്മതിക്കുകയും തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷാവിധി നടപ്പിലാക്കൽ അനിവാര്യമാണ്. അപ്പം നിങ്ങൾക്ക് മാപ്പരുളി കൂടായിരുന്നോ എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയെന്നാണ് വലിയഅഫു വലിയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. വലിയഅഫു ഇതാണ് നമ്മുടെ പ്രയോഗം. ആളുകൾ മാപ്പരുളട്ടെ എന്ന് അർത്ഥത്തിൽ. ഏതായാലും ഇവിടെ ഈ അഫ അൻകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അത് അറിയിക്കുന്നത് മഹ്വിനെയും ഗുഫ്രാൻ മഗ്ഫിറത്തിനെയുമാണ്. മായ്ക്കുക, മാപ്പരുളുക, പൊറുക്കുക എന്നുള്ളതിനെയാണ്. ഏതായാലും നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത് അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും വഅഫ അൻകും. നോമ്പിൻ്റെ രാവുകളിൽ ആത്മവഞ്ചന നടന്ന കേസുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ വക്താക്കൾക്ക് പശ്ചാത്താപത്തിന് അവസരം നൽകി. അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു. അവർക്ക് അള്ളാഹു ഇളവ് നൽകി. അള്ളാഹു അവനിൽ നിന്നുള്ള മഹ്വ്, അതുപോലെ മഗ്ഫിറത്ത്, മാപ്പരുളലും പാപം മായിക്കലും അതുണ്ടായി എന്നുള്ള വിഷയമാണ് പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള വിഷയമാണ്. അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാൻ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.